തോപ്പുംപടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുമെന്ന് കൊച്ചി എംഎൽഎ KJ മാക്സി. നിലവിൽ ഹാർബർ പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മെട്രോ 7 ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി നിവാസികൾക്ക് എറണാകുളത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് പുതിയ പാലം വലിയ നേട്ടമാകുമെന്ന് MLA. തോപ്പുംപടി ഹാർബർ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പാലം എത്രയും വേഗം തുറന്നുകൊടുക്കുമെന്നും കൊച്ചി MLA KJ മാക്സി പറഞ്ഞു. പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 600 മീറ്ററോളം നീളം വരുന്ന പാലം മുൻകാലങ്ങളിലൊക്കെ ചിരവൂര് പാലത്തിൻ്റെ മുകളിൽ പാലം പഴയ പാലമായതുകൊണ്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഇരുമ്പ് ഷീറ്റും അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും ആ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് ടാറിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പാലം ടാറിങ് വളരെ മോശമായി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉയർന്നു വന്നപ്പോൾ രണ്ടാമത് റീറ്റാർ ചെയ്യാൻ വേണ്ടി ടാറെല്ലാം എടുത്ത് മാറ്റി. ടാറ് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അടിഭാഗത്തെ കോൺക്രീറ്റ് പീസുകളിലെല്ലാം പൊട്ടുപാടുകളുണ്ട് മനസ്സിലായി. കോൺക്രീറ്റ് പീസിൻ്റെ പൊട്ടുപാടുകൾ വലിയ കുഴപ്പമില്ല. അതിൻ്റെ അടിയിലത്തെ ഇരുമ്പ് ഷീറ്റ് ഏറ്റവും നല്ല കരുത്തുറ്റതാണ്. അപ്പോൾ വീണ്ടും ടാർ ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ പൊളിയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഒരു പുതിയതരം കെമിക്കൽസ് അതിൻ്റെ പേരെയൊക്കെ തന്നെ ഓർക്കുന്നില്ല. ആ കെമിക്കൽസ് അതുകൊണ്ട് 200 ഡിഗ്രി ചൂടിലേക്ക് ചൂടാക്കുമ്പോഴാണ് അത് ഉരുകി വരുന്നത്. അത് ഈ കോൺക്രീറ്റ് മിശ്രിതത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് അറിയാൻ പോകുന്നത്. ആ പ്രവർത്തനങ്ങൾക്കാണ് സമയം പോകുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തോപ്പുംപടിയിൽ ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിനായി സബ്മിഷനിലൂടെ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വൈകുന്നത് മൂലം കൊച്ചി നിവാസികൾ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ വലയുകയാണ്. ഈ അവസ്ഥയിൽ പാലത്തിലുണ്ടായ വിള്ളലുകളെക്കുറിച്ചും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതിനെക്കുറിച്ചുമുള്ള മെട്രോ 7 ന്യൂസിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MLA. തീർക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. അതിനുശേഷം DC ടാറിങ്ങാൻ ചെയ്യാൻ പോകുന്ന ഒരു ദിവസം മതി. 20 പൂർത്തീകരിച്ച് പാലം അവർ പറയുന്നത് 10-25 കൊല്ലം കൂടി ടാറിങ്ങിന് വലിയ ഗ്യാരണ്ടി തരികയാണ് ഭാഗത്ത്. പിന്നെ പാലത്തിൻ്റെ അടിയിലത്തെ ചില കേടുകളുടെ വിഷയം അത് പാലത്തിൻ്റെ അപകടാവസ്ഥയിൽ സൂചിപ്പിക്കുന്ന ഒന്നല്ല. എങ്കിൽ പോലും ചിലതൊക്കെ മോശപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മാറ്റി സ്ഥാപിക്കുവാനും പാലത്തിൻ്റെ മൊത്തത്തിലുള്ള മറ്റു വർക്കുകളെല്ലാം ഗാർഡറിൻ്റെ വർക്കുകളും മറ്റ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ പാലം കൂടി തോമ്പൽ വരണമെന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ബഡ്ജറ്റിൽ തോമ്പലിലേക്ക് സമാന്തരമായിട്ട് പുതിയ പാലവും കൂടി ഉണ്ടാകാനുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.